അപ്പം എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഈ ഒരു ഫെസ്റ്റീവ് സീസണിൽ എല്ലായിടത്തും ലൈറ്റ്സും പാർട്ടീസും ഒക്കെ ആയിട്ട് പോകുമ്പോൾ സ്ത്രീകളുടെയൊക്കെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് അവരുടെ ശരീരത്തിലെ പല ഭാഗങ്ങളിലും കറുപ്പ് കളറ് കാണുന്നുണ്ട് എന്നുള്ള പ്രശ്നം. ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ അല്ലെങ്കിൽ ബ്ലാക്ക് ഡിസ്കളറേഷൻ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും സ്ത്രീകൾക്ക് കാണാറുണ്ട്. പ്രത്യേകിച്ച് അവരുടെ ജെനൈറ്റൽ ഏരിയാസിൽ, ഇന്നർ തൈസിൽ, കഷത്തിൽ, അതുപോലെ കഴുത്തിലൊക്കെ ഈ കറുപ്പ് കളറ് കാണുന്നത് അവരെ വളരെയധികം കോസ്മെറ്റിക് ആയിട്ട് കൺസേൺ ഉണ്ടാക്കാറുണ്ട്. ഇതൊരു രോഗമല്ലെങ്കിൽ പോലും ഇതിനെക്കുറിച്ചുള്ള പ്രശ്നങ്ങളുമായിട്ട് ഈയിടയ്ക്ക് പല സ്ത്രീകളും എൻ്റെ അടുത്ത് വന്ന് കണ്ടു. അപ്പോൾ അതിനുള്ള പ്രതിവിധികളും അതിൻ്റെ കാരണങ്ങളും എന്താണെന്നാണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ്റെ കാരണങ്ങൾ എന്തെല്ലാം നമുക്ക് നോക്കാം. ഏറ്റവും കോമണസ്റ്റ് ആയിട്ടുള്ള കാരണമാണ് ഫ്രിക്ഷൻ അല്ലെങ്കിൽ പ്രഷർ. സ്ത്രീകൾ നടക്കുമ്പോൾ അവരുടെ സ്കിൻ ടു സ്കിൻ കോൺടാക്ട് കാരണം തൈസ് ഒരയുന്നത് കൊണ്ട് ഫ്രിക്ഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ ചിലപ്പം ടൈറ്റ് ക്ലോത്ത്സ് ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് ആ ഏരിയയിൽ കോൺസ്റ്റൻറ്റ് ഫ്രിക്ഷൻ ഉണ്ടാകുന്നതുകൊണ്ടാണ് പലർക്കും ഈ മെലാനിൻ പ്രൊഡക്ഷൻ കൂടുകയും അങ്ങനെ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഉണ്ടാവുകയും ചെയ്യുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാരണമാണ് ഹോർമോണൽ ചേഞ്ചസ്. ഇപ്പോൾ സ്ത്രീകൾക്ക് പ്രഗ്നൻസിയുടെ സമയത്ത് അല്ലെങ്കിൽ മെനോപോസ് ആവുന്ന സമയത്ത് അല്ലെങ്കിൽ പ്യൂബർട്ടി ആവുന്ന സമയത്ത് എല്ലാം ഒത്തിരി ശരീരത്തിൽ ഹോർമോണൽ ചേഞ്ചസ് ഉണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് പൊതുവെ പിഗ്മെൻറ്റേഷൻ കൂടും. അതുപോലെ പോളിസിസ്റ്റിക് ഓവറിയൻ ഡിസീസ് ഉള്ളവർക്ക് എപ്പോഴും ഒരു ഹൈപ്പർ ഇൻസുലിനീമിയ അല്ലെങ്കിൽ അവരുടെ ശരീരത്തിൽ ഇൻസുലിൻ ലെവൽ കൂടുതലാണ്. അതുകൊണ്ടും അവർക്ക് ശരീരത്തിൽ പല സ്ഥലങ്ങളിലും പ്രത്യേകിച്ച് കഴുത്തിലൊക്കെ പിഗ്മെൻറ്റേഷൻ ഉണ്ടാകാറുണ്ട്. ഈ പിഗ്മെൻറ്റേഷനാണ് നമ്മൾ അക്കാന്തോസിസ് നാഗ്രിക്കൻസ് പറയുന്നത്. അപ്പോൾ ഈ ഒരു പിഗ്മെൻറ്റേഷൻ ഹോർമോൺ ചേഞ്ച് കാരണമാണ് ഏറ്റവും അധികമായിട്ട് സ്ത്രീകളിൽ കാണുന്നത്. അടുത്തൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് നമ്മൾ പ്രൈവറ്റ് ഏരിയയിലും കഷത്തിലും ഒക്കെ എപ്പോഴും വാക്സിങ് അല്ലെങ്കിൽ ഷേവിങ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഹെയർ റിമൂവൽ ക്രീംസ് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഇറിറ്റേഷൻ കാരണം അവിടെ പിഗ്മെൻറ്റേഷൻ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇതെപ്പോഴും ചെയ്യുന്ന ആൾക്കാർക്ക് പിഗ്മെൻറ്റേഷൻ കോമൺ ആയിട്ട് കാണാറുണ്ട്. അടുത്ത കാരണമാണ് പുവർ വെന്റിലേഷൻ. അത് പലപ്പോഴും ഇപ്പോഴത്തെ ന്യൂജൻ പിള്ളേരൊക്കെ ഒത്തിരി ടൈറ്റ് ആയിട്ടുള്ള ക്ലോത്ത്സ് ഇടുന്നതുകൊണ്ടും അത് രാത്രി കിടക്കുമ്പോൾ പോലും അവരുടെ ലൂസായിട്ടുള്ള വസ്ത്രങ്ങൾ ഉപയോഗിക്കാത്തത് കാരണം അവിടെ എപ്പോഴും ജെനൈറ്റൽ ഏരിയാസിൽ സ്വെറ്റ് ഉണ്ടാകും. ഈ ഒരു കാരണം കൊണ്ടും ഇപ്പം ചെറുപ്പക്കാരിൽ ഒത്തിരി അധികമായിട്ട് ഈ പ്രൈവറ്റ് ഏരിയാസിൽ പിഗ്മെൻറ്റേഷൻ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പിഗ്മെൻറ്റേഷൻ വരാതിരിക്കാനായിട്ട് നമുക്ക് എന്തെല്ലാം ചെയ്യാം? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യേണ്ടത് അറ്റ്ലീസ്റ്റ് കിടക്കുന്ന സമയത്തെങ്കിലും ലൂസായിട്ടുള്ള ക്ലോത്ത്സ് ഇടുക. അതുപോലെ തന്നെ പ്രൈവറ്റ് ഏരിയാസിലൊക്കെ ഒത്തിരി ഹാർഷായിട്ടുള്ള സോപ്പും ഡിയോഡ്രൻസും യൂസ് ചെയ്യാതിരിക്കുക. അതുപോലെ നമ്മൾ ആ സ്ഥലത്ത് വജൈനൽ ഏരിയാസിലൊക്കെ ഉപയോഗിക്കുന്ന വാഷസിൽ ഫ്രാഗ്രൻസ് ഫ്രീ ആയിട്ടുള്ള മാത്രം സാധനങ്ങൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ചിലർ വി വാഷൊക്കെ ഉപയോഗിക്കുമ്പോൾ പെർഫ്യൂംഡ് ആയിട്ടുള്ള സൊല്യൂഷൻസ് അവിടെ യൂസ് ചെയ്യാറുണ്ട്. അങ്ങനത്തെ ബാത്ത് സോപ്പും എല്ലാം പെർഫ്യൂംഡ് അല്ലാത്ത ഉപയോഗിക്കാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് ഓൾറെഡി ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ അല്ലെങ്കിൽ കറുപ്പ് കളർ ഉണ്ടെങ്കിൽ അതിന് എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ്സ് നമുക്ക് അവൈലബിൾ ആണെന്ന് മനസ്സിലാക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങളൊരു ഡെർമറ്റോളജിസ്റ്റ് അല്ലെങ്കിൽ ഒരു കോസ്മെറ്റിക് ഗൈനക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുക. പുതിയതായിട്ട് ഇറങ്ങിയ ഇൻറ്റിമേറ്റ് ഏരിയാസിൽ യൂസ് ചെയ്യാവുന്ന തരം ഡീ പിഗ്മെൻറ്റിംഗ് ക്രീംസ് അവൈലബിൾ ആണ്. കെമിക്കൽ പീൽസ് ഒരു ഡോക്ടറുടെ സൂപ്പർവിഷനിൽ നമുക്ക് ഈ പ്രൈവറ്റ് ഏരിയാസിൽ യൂസ് ചെയ്യാൻ പറ്റും. വളരെ ജെൻറ്റിലായിട്ടുള്ള ഡെർമാമിലൻ്റെ പ്രോഡക്ട്സ് ഇപ്പോൾ അവൈലബിൾ ആണ്. അത് പലപ്പോഴും ഇൻ ക്ലിനിക്ക് ഒരു സിറ്റിംഗ് ചെയ്തിട്ട് ഫോളോഡ് ബൈ ഡെയിലി യൂസ് ചെയ്യാവുന്ന വീട്ടിൽ പോയി യൂസ് ചെയ്യാവുന്ന ക്രീംസുകളാണ് നമ്മൾ സാധാരണ കൊടുക്കാറ്. ഇത് വളരെ ഇഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യാറുണ്ട്. പിഗ്മെൻറ്റേഷൻ ഉണ്ടാകുന്ന മെയിൻ കോസ് ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ചിലർക്കത് ഡയബറ്റീസ് കാരണം ഉണ്ടാകും. അപ്പോൾ ഡയബറ്റീസ് കൺട്രോളിൽ വെക്കുക. ഹൈപ്പർ ഇൻസുലിനീമിയ, പോളിസിസ്റ്റിക് ഓവറീസ് കാരണം ഉണ്ടാകുന്നത് ആണെങ്കിൽ അത് ട്രീറ്റ് ചെയ്യുക. ഈ ഹൈപ്പർ ഇൻസുലിമിയയ്ക്ക് വേണ്ടി നമ്മൾ മെറ്റ്ഫോമിൻ എന്ന ടാബ്ലറ്റ് പലപ്പോഴും കൊടുക്കാറുണ്ട്. പിന്നെ അതേപോലെ തന്നെ പ്രൈവറ്റ് ഏരിയാസിൽ ഉപയോഗിക്കുന്ന എക്സ്ഫോളിയൻസ് അല്ലെങ്കിൽ നമ്മൾ ബോഡി സ്ക്രബൊക്കെ ഉപയോഗിക്കുമ്പോൾ വളരെ മൈൽഡ് ആൻഡ് ജെൻറ്റിൽ ആയിട്ടുള്ളത് മാത്രം ഉപയോഗിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള പിഗ്മെൻറ്റേഷൻ പ്രോബ്ലംസ് നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കോസ്മെറ്റിക് ഗൈനക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുക. ഇഫക്റ്റീവായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഇതിനിപ്പോൾ അവൈലബിൾ ആണ്.